ഹരി ഓം. ഏഴാമത്തെ സ്തുതി ബ്രഹ്മാവിൻ്റെ ഭഗവസ്തുതി. സൃഷ്ടി നടത്തുവാനായി ഉന്മേഷം പൂണ്ട ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരം യോഗസമാധിയിൽ കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു പ്രഭ കണ്ടു. പ്രളയജലത്തിൽ ശേഷൻ്റെ ശരീരമാകുന്ന തൽപ്പത്തിൽ നിദ്രാവശനായി കിടക്കുന്ന ഏകനായ പുരുഷനെ ബ്രഹ്മാവ് കണ്ടു. കാന്തിയേറിയ മഞ്ഞപ്പട്ടും സുവർണാഭമായ കിരീടവും കൗസ്തുഭവും രത്നമാല്യം തുളസിമാലകൾ ചേർന്ന് ശോഭിക്കുന്ന തിരുമാറും ഉറച്ച കൈകാലുകളും ചേർന്ന് ആ ശരീരം ശോഭിച്ചു. അഭീഷ്ടസിദ്ധിക്കു വേണ്ടി അർച്ചിക്കുന്നവർക്കെല്ലാം നൽകുന്ന ആ പാദപങ്കജങ്ങളും നഖേന്ദുവിൽ കാന്തിയേറ്റ് വിളങ്ങി. അങ്ങനെയുള്ള പുരുഷോത്തമനെയാണ് ബ്രഹ്മാവ് കണ്ടത്. ആ ശരീരത്തിൽ നിന്ന് വളർന്നു ഉയർന്നു നിൽക്കുന്ന താമരയെയും അതിലിരിക്കുന്ന തന്നെയും ബ്രഹ്മാവ് കണ്ടു. കാറ്റും ആകാശവുമല്ലാതെ മറ്റൊന്നും സൃഷ്ടി ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ബ്രഹ്മാവ് കണ്ടില്ല. ആരുമറിയാത്ത ഈ പുരുഷൻ തന്നെയാണ് എല്ലാത്തിനും ഹേതു എന്ന് നിശ്ചയിച്ച് ആ ദേവനെ വാഴ്ത്തി സ്തുതിച്ചു ബ്രഹ്മാവ്. ആദ്യം ശ്ലോകം നോക്കാം, പിന്നെ അർത്ഥം. ബ്രഹ്മോവാച ജ്ഞാതോസി മേദ്യ സുചിരാനനുദേഹഭാജാ ന ജ്ഞായതേ ഭഗവതോ ഗിതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണം വ്യതികരാത് യദുരുർവിഭാസി രൂപം യതേതവബോധരസോദയേന ശശ്വന്നിവൃത്തതമസസ്സദനുഗ്രഹായ ആദോ ഗൃഹീതമവതാരസദൈകബീജം എന്നാഭിപത്മഭവനാദഹമാവിരാസം നാദപരം പരമയദ്ഭവതഃ സ്വരൂപം ആനന്ദമാത്രമവികൽപ്പമവിദ്ധവർച്ച പശ്യാമി വിശ്വശ്രുത ഏകവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകമതസ്തൗപാശ്രിതോസ്മി തദ്വായിദം ഭുവനമംഗളമംഗളായ ധ്യാനേസ്മനോ ദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേനു വിധേമ തുഭ്യം യോനാദൃതോ നരകഭാഗ്വിരസത്പ്രസംഗൈ ഏതു ത്വദീയചരണാംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരൈ ശ്രുതിവാദനീതം ഭക്ത്യാ ഗൃഹീതചരണപരയാ ച തേഷാം നാപൈഷിനാഥഹൃദയാംബുരുഹാസ്വപുംസാം താവദ്ഭയം ദ്രവിണഗേഹസുഹൃന്നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ച ലോഭ താവന്മമേത്യസദവഗ്രഹാർത്തിമൂലം യാവന്നതേംഗ്രിമഭയം പ്രവൃണീതലോക ദൈവേന തേ ഹതധിയോ ഭവതഃ പ്രസംഗാത് സർവാശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായ ദീനാ ലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വത് ക്ഷുത്രിധാതുഭിരിമാമുഹുരർധ്യമാന ശീതോഷ്ണവാതവർഷൈരിതരേതരാച്ച കാമാഗ്നിനാച്യുതരുഷാ ച സുദുർഭരേണ സംപശ്യതോ മന ഉരുക്രമസീതതേ മേ യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥം മായാബലം ഭഗവതോ ജനൈശ പശ്യേത് താവന്ന സംസൃതിരസോ പ്രതിസംക്രമേത വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ ഹന്യാപ്രതാർത്ഥകരണാ നിശിനിശ്ചയാന നാനാമനോരഥദിയാക്ഷണഭഗ്നനിദ്ര ദൈവാഹതാർത്ഥരചനാർഷണയോഷയോപി ദേവ യുഷ്മത്പ്രസംഗവിമുഖാ ഇഹ സംസരന്തി ത്വം ഭാവയോഗപരിഭാവിതഹൃത്സരോജ ആസേ ശ്രുതേക്ഷിതപഥോ നനു നാഥ പുംസാ യദ്യദ്ദിയാത ഉരുഗായ വിഭാവയന്തി തദ്വപു പ്രണയസേ സദനുഗ്രഹായ നാദിപ്രസീദതി തതോപചിതോപചാരൈ ആരാധിതസുരഗണൈ ഹൃദി ബദ്ധകാമൈ
യൽ സർവഭൂതദയാ സദലഭ്യൈകോ നാനാജനേഷ്വഹിതഃ സുഹൃദന്തരാത്മാ പുംസാമതോ വിവിധകർമ്മവിരധ്വരാദ്യൈ ദാനേന ചോഗ്രതപസാ വൃതചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിതഃ കർഹി ചിദ്രിയതേന യത്ര ശശ്വൽസ്വരൂപമഹസൈവ നിപീതഭേദമോഹായ ബോധധിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ തേ നമ ഇദം ചക്രമേശ്വരായ യസ്യാവതാരഗുണകർമ്മവിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാ ഗൃണന്തി തേനൈകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ യോ വാ അഹം ച ഗിരിശശ്ച വിഭുഃ സ്വയം ച സ്ഥിത്യുദ്ഭവപ്രളയഹേതവാത്മമൂലം ഭിത്വാ ത്രിപാദ്വവൃത ഏക ഉരുപ്രരോഹ തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്ത കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യനിമിഷായ നമോസ്തു തസ്മൈ യസ്മാത് ബിഭേമ്യഹമവിദ്വിപരാർദ്ധ്യധിഷ്ണ്യം അധ്യാസിതഃ സകലലോകനമസ്കൃതം യത് തേപേ തപോ ബഹുസവോ വരുരുത്സമാന തസ്മൈ നമോ ഭഗവതേ ധീമഹായ തുഭ്യം തിര്യങ് മനുഷ്യവിബുധാദിഷു ജീവയോനിഷ്വാത്മേച്ഛയാത്മകൃതസേതുപരീപ്സയായ രേമേ നിരസ്തരതിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ യോ വിദ്യയാനുവഹതോ വിദശാർദ്ധവൃത്യ നിദ്രാമുവാഹ ജഡരീകൃതലോകയാത്ര അന്തർജലേ ഹി കശിപുസ്പർശാനുകൂലാം ഭീമോർഭിമാലിനി ജനസ്യ സുഖം വിവൃണ്വൻ എന്നാഭിപത്മഭവനാദഹമാസമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗനിദ്രാവസാനവികസന്നളിനേക്ഷണായ സോയം സമസ്തജഗതാം സുഹൃദേക ആത്മാ സത്വേന യന്മൃഡയതേ ഭഗവാൻ ഭഗേന തേനൈവ മേ ദശമനുസ്പൃശതാദ് യഥാഹം സൃക്ഷ്യാമി പൂർവവദിതം പ്രണതപ്രിയോസോ ഏഷ പ്രപന്നവരദോ രമയാത്മശക്ത്യാ യദ്യത്കരിഷ്യതി ഗൃഹീതഗുണാവതാര തസ്മിൻ സ്വവിക്രമമിദം സൃജതോപി ചേതോ യുഞ്ജീതകർമ്മശമലം ച യഥാ വിജഹ്യ നാഭിഹൃദാദികസതോ അംഭസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാസമനന്തശക്തേ രൂപം വിചിത്രമിദമസ്യ വിവൃണ്ണതോ മേ മാരീരീശിഷ്ടനിഗമസ്യ ഗിരാം വിസർഗ സോസാവദഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധപ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്ഥായ വിശ്വവിജയായ ജനോ വിഷാദം മാധ്വാഗിരാപനയതാത് പുരുഷപുരാണഃ. ബ്രഹ്മാവ് പറഞ്ഞു, നാഥ, ഇപ്പോൾ ഞാൻ അങ്ങയെ അറിയുന്നു. ദേഹികൾക്കൊക്കെ ഈശ്വരനായ അങ്ങയിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപമാണെങ്കിലും മായാബന്ധം മൂലം പലതായി തോന്നുന്നു. അങ്ങയുടെ നാഭിയിൽ കിളിർത്ത താമരയിലാണല്ലോ ഞാൻ പിറന്നത്. അങ്ങയുടെ ഈ രൂപമല്ലാതെ മറ്റൊന്നും ഞാൻ ഈ ജഗത്തിൽ കാണുന്നില്ല. ആ രൂപത്തെ ഞാൻ ഉപാസിക്കുന്നു. ആ പാദപത്മങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നുവരെ ജനം ഈ പാദമൂലത്തെ ആശ്രയിക്കാതിരിക്കുന്നുവോ അന്നുവരെ ഞാനെന്ന ഭാവവും ലോഭവും ഭീതിയും പുത്രകളത്രാദികളിലുള്ള ദുഃഖവും അവരെ അലട്ടിക്കൊണ്ടിരിക്കും.
ഇന്ദ്രിയങ്ങൾ, ആകാശം, ഭൂമി എന്നിവയെല്ലാം ഭഗവാന്റെ മായയാൽ ഉണ്ടാക്കിയതാണല്ലോ. ഇവയെല്ലാം ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് കാണുന്ന ജനങ്ങൾ ദുഃഖിക്കുന്നു. ഭഗവാന്റെ കഥ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യാത്തവർ സംസാരസാഗരത്തിൽ മുഴുകി അവരുടെ ശ്രമങ്ങളെല്ലാം വ്യർത്ഥമായിത്തീരുന്നു. ഇനി സത്കഥ കേട്ട് ആ ഭഗവാന്റെ തൃക്കാലുകളും ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ വസിക്കുന്നു. ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഒരു വ്രതചര്യയുടെ ഫലവും ലഭ്യമാകുന്നില്ല. എന്നാൽ ഭഗവാനിൽ അർപ്പിതമായ കർമ്മങ്ങൾ ഒരിക്കലും നിഷ്ഫലമാകുകയില്ല. സൃഷ്ടിസ്ഥിതി ലയ കാരണക്കാരനായ ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഭഗവാന്റെ നാമഗുണങ്ങളെ കീർത്തനം ചെയ്യുന്ന എൻ്റെ ദുരിതങ്ങൾ മാറ്റുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. യോഗനിദ്ര അവസാനത്തിൽ സമസ്ത ലോകത്തെയും അനുഗ്രഹിക്കുവാൻ കണ്ണും തുറന്നിരിക്കുന്ന ആർത്തിഹന്താവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാന്റെ സത്വവിഭൂതിയാൽ ആനന്ദമുണ്ടാകുന്ന ജ്ഞാനം എനിക്കും പറഞ്ഞു തരണം. അതില്ലാതെ ഞാൻ ലോകമെങ്ങനെ സൃഷ്ടിക്കും? ഈ വിശ്വമെല്ലാം രചിക്കുന്ന എൻ്റെ കർമ്മങ്ങളിൽ ദോഷലേശം ഏൽക്കാതെ എൻ്റെ മനസ്സിനെ നേരെ നയിക്കണം. വിശ്വം രചിക്കുവാൻ ആരംഭിക്കുന്ന എൻ്റെ മനോദുഃഖം അങ്ങയുടെ മധുരവാക്യങ്ങളാൽ ശമിപ്പിച്ച് അനുഗ്രഹിക്കണം. ഇങ്ങനെ സ്വന്തം പിതാവിനെ കണ്ട അജൻ നല്ല വാക്കുകളും സ്വരവും ചേർത്ത് സ്തുതിച്ചു. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഇംഗിതം നന്നായി അറിഞ്ഞ് സ്വമനസ്സാലെ ലോകങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാഞ്ഞിട്ടും പ്രളയജലത്തിലും താമരനാളത്തിലും ഉഴന്ന് നടന്നതും ആയ സങ്കടങ്ങൾ അകറ്റുവാനായി തൻ്റെ വാക്കുകളാൽ ഇങ്ങനെ പറഞ്ഞു: വേദങ്ങൾ അറിയുന്ന വിധാതാവേ, ലോകസൃഷ്ടിക്കായി നീ ആരംഭിക്കുക. എന്നോട് ആവശ്യപ്പെട്ട ജ്ഞാനം ഭഗവാന്റെ ഹൃദയത്തിൽ ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. തപസ് എന്നെ ആശ്രയിക്കുകയും ചെയ്താൽ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തെ അങ്ങേക്ക് കാണാൻ കഴിയും. ഏകാഗ്രമായി ധ്യാനിച്ചാൽ എന്നെയും എന്നിൽ നിലനിൽക്കുന്ന ഭുവനത്തെയും എണ്ണമറ്റ ജീവാത്മാക്കളെയും കാണാൻ കഴിയും. എന്നും സ്വയം പ്രഭയുള്ള ആത്മാവ് ഞാനാണെന്ന് ധരിച്ചാൽ ജീവന് മറ്റ് ബന്ധങ്ങളിൽ നിന്ന് മോചനം കിട്ടും. നാനാ പ്രാണികളെ സൃഷ്ടിക്കുന്ന അങ്ങേക്ക് ക്ഷീണമില്ലാതിരിക്കുന്നത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. മഹാപാപഹേതുവായ രജോ ഗുണം ഭവാനെ ബാധിക്കില്ല. എൻ്റെ രൂപം എന്തെന്ന് അങ്ങൊരാൾ ഒഴിച്ച് ആരും അറിയില്ല. അങ്ങേക്ക് തപോനിഷ്ഠ കൈവന്നത് എൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഈ സ്തുതി ചൊല്ലി സ്തുതിക്കുന്നവന് ഞാൻ പെട്ടെന്ന് അനുഗ്രഹം നൽകും. അല്ലയോ ബ്രഹ്മാവേ, എന്നിൽ കിടക്കുന്ന പ്രജകളെ ഒക്കെയും മുന്നേ പോലെ നിർമ്മിക്കാൻ തുടങ്ങുക. ഇങ്ങനെ ബ്രഹ്മാവിനോട് സൃഷ്ടി ആരംഭിക്കാൻ പറഞ്ഞിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ.